ഹായ് അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് ഇപ്പോൾ നേരെ 5:45 ആകുമ്പോഴേക്കും ഇപ്പോൾ നല്ല നേരം വെളുക്കൂട്ടാ. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ 5:45 എണീക്കുമ്പോഴേക്കും നല്ല വെളിച്ചമായിട്ടുണ്ടാവും പുറത്തൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇഷമോളെ കൊണ്ടാക്കാൻ പോണത് ഒരു 6:20 ആയിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ഇഷമോൾക്ക് മാത്രമേ ഉള്ളൂ. ആച്ചൂട്ടനും ഉണ്ട്. ആച്ചൂട്ടന് വയ്യാത്തതുകൊണ്ട് അവനിപ്പോൾ മദ്രസയിലേക്ക് പോകണില്ലല്ലോ. അപ്പോൾ ഇഷമോളനൊക്കെ കൊണ്ടാക്കി വന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് ഉമ്മർത്ത് വന്നിരുന്നിട്ട് ആസ്വദിച്ച് ചായ കുടിക്കുക കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് കുത്തി പിടിച്ചിട്ട് ഇരുന്നില്ലെങ്കിൽ എനിക്കൊരു അന്നത്തെ ഒരു ദിവസം എന്തോ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ധൃതിയുള്ള ദിവസം പോലെയും ഒക്കെ തോന്നുള്ളൂ. ഭയങ്കരമായിട്ട് പണിയെടുത്ത പോലൊക്കെ ഒരു ഫീലാണ്. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, അങ്ങനെയൊക്കെ ഓരോ പ്ലാനിങ്, എന്ത് പണി ആദ്യം ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ട് അവിടുന്ന് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് അവിടുന്ന് ഞാൻ എണീച്ച് പോവാറ്. ചിലപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഫോണിൽ ഓരോന്ന് നോക്കിയിരിക്കും, അങ്ങനെ ചില ദിവസം ഇങ്ങനെ ഓരോ പ്ലാൻ ചെയ്തിട്ടാണ് എണീച്ച് പോവുക. അങ്ങനെ നമ്മൾ തന്ന ഇഡ്ഡലിക്ക് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈശമോൾക്കും ആ ചുട്ടിന് ഇഡ്ഡലി മതി പറഞ്ഞു. കുഞ്ഞൂന് നമുക്ക് ദോശ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനത് കാരണം ദോശ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് 3 തട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ടാണ്. അപ്പോൾ ഇഡ്ഡലി വലിയ ഗുണമില്ല കേട്ടോ ഇന്നത്തെ. എന്താ വെച്ചാൽ ഉഴുന്ന് ഇത്തിരി കുറവായിരുന്നു. ഇത്തിരി ഉഴുന്നൊക്കെ ഇത്തിരി അതിൻ്റേതായ പാകത്തിന് ഇട്ടാലല്ല, ഉഴുന്ന് ഇട്ടാലാണ് നമുക്ക് ഇഡ്ഡലിക്ക് ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നൊരു പതുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇഡ്ഡലിക്ക്. അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് വരും, അങ്ങനത്തെ ഒരു ഇഡ്ഡലി ആയിരുന്നു. അത്ര സ്ട്രോങ്ങും അല്ല, എന്നാലും ഒരു ഇഡ്ഡലി പോരായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി. പിന്നെ ഒരു സിമ്പിളായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ സാമ്പാർ വയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇഡ്ഡലി വേവണേക്കാളും മുന്നേ തന്നെ നമ്മുടെ സാമ്പാർ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പരിപ്പ് അടുപ്പത്തിടാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലൊരു അലമാര നമ്മുടെ വർക്ക് ഏരിയയിൽ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചിട്ടില്ല തോന്നുന്നു, ഓർമ്മയിലേക്ക്. അപ്പോൾ അവിടെ നമ്മൾ പരിപ്പൊക്കെ എടുത്ത് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കാത്ത കാരണം തന്നെ നമ്മൾ ഉലുവ കുറച്ച് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് കുറച്ചിട്ട് ഒരു 2 മണി ഉലുവയും കൂടി പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് അത് രണ്ടും കൂടി ഒന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ വാഷ് ബേസിൽ ഇഷമോളും ഒക്കെ പോയി ബാത്റൂമിൻ്റെ വാതിൽ തുറന്നെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പരിപ്പ് കഴുകിയിട്ട് അടുപ്പത്ത് കൊണ്ടുപോയിടാം. പരിപ്പൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ കറി വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 തക്കാളി ഞാൻ പരിപ്പിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പരിപ്പ് വേവണേൻ്റെ കൂടെ അങ്ങോട്ട് ഉടഞ്ഞോളും. 2-3 പച്ചമുളകും അതുപോലെ തന്നെ ഞെട്ടി കളഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്കർ മൂടി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരടുപ്പത്ത് നമ്മുടെ ഇഡ്ഡലി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ പരിപ്പ് വേവണ ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്യാസൊക്കെ കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വേണ്ടിയിട്ട് ആകെ ഒരു സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും സബോളയും മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ 2 സബോള എടുത്തിട്ടുണ്ട്. ഒന്ന് വലിയ സബോള എടുത്തിട്ടുണ്ട്, ഒന്ന് കുഞ്ഞ് സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സബോള നന്നാക്കാൻ വന്നപ്പോൾ എല്ലാ പാത്രങ്ങളും പരന്നിട്ടായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചതാണ്. നമ്മുടെ അപ്പോൾ എടുക്കണ പാത്രങ്ങൾ, എപ്പോഴും നമ്മൾ എടുക്കണ പാത്രങ്ങളൊന്നും ഞാൻ അലമാരയിൽ കൊണ്ടുവയ്ക്കാറില്ല. അതായത് ചായപ്പൊടി, പഞ്ചസാര, ഉപ്പ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും എടുക്കണതല്ലേ. അതുപോലെ തന്നെ ഓയിൽ. അതുകൊണ്ട് ഞാൻ അതൊന്നും അലമാരയിൽ വെച്ചിട്ടില്ല കേട്ടോ. അതൊന്നും ഞാൻ ഇവിടെ അടുപ്പും തറയുടെ നമ്മുടെ ജനലിൻ്റെ മുകളിൽ വെക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അടുക്കളയിൽ വേണ്ട സാധനമല്ല അത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഞാൻ വെന്തപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി വേഗം എടുത്താലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ സംഭവം. ഞാൻ എന്താ പറയുക, സ്പൂണൊക്കെ എടുത്ത് കൈ പിടിച്ചതായിരുന്നു സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്പൂണൊന്നും വേണ്ടി വന്നില്ല, വേഗം എടുത്താൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ഗുമ്മുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഇഡ്ഡലിക്ക്. നമുക്ക് നന്നായി സാമ്പാറിൽ കുഴച്ച് കഴിക്കാൻ പറ്റിയ പാകത്തിനായിട്ടുണ്ടായിരുന്നില്ല, പൊട്ടിച്ച് മുക്കി കഴിക്കുന്ന പാകത്തിനായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിക്കായി. ഇനി നമ്മൾ ബാക്കിയുള്ള മാവ് അവിടെ എടുത്ത് വെച്ചു. ഇനി കുഞ്ഞു വെച്ചിട്ട് അവന് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ വെന്തിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചീഞ്ചട്ടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കടുകിടുക. നമ്മുടെ കയ്യിൽ വറ്റൽമുളക് കറിവേപ്പില ഉണ്ടായിരുന്നില്ല. അത് മസ്റ്റായിട്ടും വേണ്ടതായിരുന്നു, പക്ഷെ കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം ഞാൻ ഇട്ട് കൊടുത്തില്ല. നമ്മുടെ സവോള അരിഞ്ഞത് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇതളുകളാക്കിയിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. അതും നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ.
എന്താ പറയുക, ചതുര കഷ്ണമായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇതളുകളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഇടുക കേട്ടോ. നമുക്ക് ആ സവോള ഇങ്ങനെ കടിക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും പച്ചമുളകും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഈ കയ്യിലുകൊണ്ട് ശരിക്കും ഉടയ്ക്കാൻ പറ്റിയില്ല കേട്ടോ. മറ്റേ കയ്യിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉടയ്ക്കായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത്, നന്നായി ഉടക്കി തന്നെ വേണം കേട്ടോ. ഇനി അങ്ങനെ തന്നെ ഇടാൻ പാടില്ല, ഉടച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് നമ്മുടെ അതൊക്കെ ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവോള നന്നായിട്ട് വാടണ്ട, ഒരു പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അതിലേക്ക് നമ്മൾക്കിത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സാമ്പാർ പൊടി ഞാൻ പാക്കറ്റിൽ തന്നെയാണ് സാമ്പാർ പൊടി, ചിക്കൻ മസാല, ഫിഷ് മസാലയുടെ പൊടി, അങ്ങനെ പിന്നെ ഇറച്ചി മസാല ഉണ്ടാവില്ല, ആ മസാലപ്പൊടികളൊക്കെ ഞാൻ കവറിൽ നിന്ന് എടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് ആക്കാറില്ല. ഞാൻ കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ മണം ഒന്നും അതിൻ്റെ നഷ്ടപ്പെടാതെ അതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും കൂടി വേവിച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മറ്റേ അടുപ്പത്ത് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിപ്പി ഞാൻ കണ്ടത് ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇഡ്ഡലിയൊക്കെ വെക്കുമ്പോൾ സാമ്പാർ ഇങ്ങനെയായിട്ടാണ് വെക്കാറ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമായാലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയൊക്കെ ഇഷ്ടമാവും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ചൂടുവെള്ളം തന്നെ, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കൊരു ലേശം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ, പുളിരസം വേണ്ടേ. അപ്പോൾ ഇത്തിരി പുളി പിഴിഞ്ഞിട്ട് നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് സാമ്പാറിന് നന്നായിട്ട് അങ്ങോട്ട് വെട്ടി തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ നിങ്ങൾ സാമ്പാർ ഒഴിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കട്ടോ. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. സൂപ്പറായിട്ട് നമുക്ക് ചപ്പാത്തി കഴിക്കാൻ പറ്റും. ചപ്പാത്തി, പൊറോട്ട അതൊക്കെ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ശരിയല്ലാത്തതുകൊണ്ട് തക്കാളി ശരിക്കും അങ്ങോട്ട് ഉടയ്ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പുണ്ടൊക്കെ നോക്കി, ഉപ്പൊക്കെ ഉണ്ട്. ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇശമോൾക്കും ആച്ചുട്ടിനുള്ള കുഞ്ഞൂന് 8:30 മദ്രസ, 8:30 ഇശമോളുടെയും വിടും. അപ്പോൾ എന്തായാലും ചായയും കടി ഉണ്ടാക്കി വെച്ചിട്ട് മുറ്റടിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് 2 ദിവസം മുന്നേ നമ്മുടെ മദ്രസയിലേക്കൊക്കെ സ്ഥലം കൊടുത്തിട്ടുള്ള ഒരു വക്കീലുണ്ട്. ആൾ മരണപ്പെട്ടു. അപ്പോൾ ഇന്ന് ആളുടെ 3 രാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മദ്രസയിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഇന്ന് ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, ഉസ്താദുമാർക്ക് മൗലൂദൊക്കെ ഉള്ള കാരണം ഇവർക്ക് നേരത്തെ ഇന്ന് മദ്രസ ഉണ്ട്. 10 മണിയാകുമ്പോഴേക്കും കുട്ടികളെയൊക്കെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുന് ചായ കുടിച്ചിട്ട് വേണ്ടേ പോകണമെങ്കിൽ. അപ്പോൾ 8:30 ആകുമ്പോഴേക്കും നമ്മുടെ മിറ്റടി എന്തായാലും 1 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇത്തിരി നേരം വൈകിട്ടാണ് മിറ്റടിക്കുന്നത്. അപ്പോൾ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഉമ്മറത്തെ പൈപ്പിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വന്ന കാരണം നമുക്ക് ഇവിടുന്ന് പിടിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ മിറ്റമൊക്കെ നന്നായിട്ട് നനയ്ക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് നന്നായിട്ട് തന്നെ നനച്ചിട്ട് നമ്മൾ മിറ്റടിച്ചിട്ട്, അപ്പോൾ പൊടിയൊക്കെ ഒന്നുകൊണ്ട് ഒതുങ്ങി. ആ സമയത്തുള്ള ഒതുങ്ങൽ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നല്ല വെയിലല്ലേ, പിന്നെ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ നല്ല പൊടിയാവും. എന്നാലും മിറ്റടിക്കുമ്പോൾ വല്ലാണ്ട് പൊടി പാറി മുഖത്തേക്കും അകത്തേക്കും ഒന്നും വരില്ല എന്ന് മാത്രം. എന്നിട്ട് പിന്നെ മിറ്റം നനച്ചാലും അടിക്കാനും വേഗം സുഖാട്ടോ. വേഗം നമ്മുടെ മിറ്റടി കഴിയും. എന്നാലും തോന്നെ സ്ഥലമുള്ള കാരണം ഞാൻ പിന്നെ നല്ല നീറ്റായിട്ടൊന്നും അടിക്കില്ല കേട്ടോ. പുളിയുടെ ഇലയൊക്കെ ഉണ്ടാവും, എന്നാലും വലിയ ചമ്മലയും കരടൊക്കെ അടിച്ചിട്ടില്ലെങ്കിലും ഒരു സമാധാനക്കേടാ. അപ്പോൾ പിന്നെ ഞാനിതാ മിറ്റൊക്കെ അങ്ങനെ ഒരു സൈഡും എല്ലാ സൈഡും ഇപ്പോൾ ഒറ്റ നേരം അടിക്കുള്ളൂ കേട്ടോ. പിന്നെ 4 മണിക്കൊരടി, ഉച്ചയ്ക്കൊരടി അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ രാവിലെ മാത്രം മിറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ മിറ്റടിക്കാറില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബാക്ക് സൈഡും കൂടി അടിച്ചാൽ നല്ല പുളിയുടെ ഇലയാണ് കേട്ടോ. ഇത്രയും പുളിയുടെ ഇല ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞുവിന് ഇതാ ചായയൊക്കെ ഉണ്ടാക്കി, ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു. അവനിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. നമ്മുടെ ആച്ചൂട്ട് എണീച്ചിട്ടില്ല കേട്ടോ. ആച്ചൂട്ട് ഞാൻ വിളിച്ചില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത്തിരി ഒതുങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങണോടത്തോളം ഉറങ്ങട്ടെ വിചാരിച്ചു. അപ്പോൾ അത് അവൻ നല്ല ഉറക്കമാണ്. മുറിക്കൊക്കെ ഒത്തിരി വാട്ടുണ്ട്, മുഖത്തിൻ്റെ നീരൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇശമോളേനെ കുഞ്ഞു തന്നെയാണ് പോയി വിളിച്ചു കൊണ്ടുവന്നത്. അവനിതാ മദ്രസയിൽ നിന്ന് വിളിച്ചു കൊടുത്തിട്ടുണ്ട് ഇശമോളേനെ. അപ്പം അന്ന് മദ്രസയിൽ ചോറുണ്ട് എന്നാണ് പറയണത്. ഇറങ്ങണക്കാളും മുന്നേ പറഞ്ഞിട്ട് അപ്പം അതിനെ കെട്ടിമറിഞ്ഞ് വീണേനെ. അവളേനെ കൊടുന്നാക്കിയിട്ട് അങ്ങനെ കുഞ്ഞു പോയിട്ട്. അപ്പോൾ ഇശമോൾക്ക് ഭയങ്കര വിഷമം. കുഞ്ഞിക്കാക്ക് ഇന്ന് ബിരിയാണി കിട്ടില്ലല്ലോ, ഒന്ന് മദ്രസയിൽ ബിരിയാണി കൊടുക്കുന്നുണ്ട് ഉമ്മച്ചിയെ, കുഞ്ഞിക്കാനെ കൊണ്ടുപോകാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കട്ടെ എൻ്റെ അടുത്ത്.
അവൾക്ക് അത് കാരണം ഭയങ്കര സങ്കടമാട്ടോ. അപ്പോൾ ഒരു മിഠായി ഇന്ന് മദ്രസയിൽ നിന്ന് കിട്ടി. അപ്പോൾ എൻ്റെ കുഞ്ഞിക്കാക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏതൊരു കടയിൽ നിന്ന് ചോദിച്ച് മേടിച്ചിട്ട് 2 മിഠായിയും കൊണ്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.